നമസ്കാരം. വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക് ഇത്തവണ ഇക്കുറി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുറിക്കകത്തെ ചുറ്റളവാണ്. വീടിൻ്റെ മൊത്തമായി പുറം, അതായത് ചുമരിൻ്റെ ചുറ്റളവ് 4 വശത്തും ഉള്ളതുപോലെ തന്നെ മുറികൾക്കും വാസ്തുശാസ്ത്രപരമായി ഉത്തമമായ ചുറ്റളവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് അകത്തെ ചുറ്റ്. ഇപ്പോൾ നാം സാധാരണയായി ചെറിയ മുറികൾക്കായാലും വലിയ മുറികൾക്കായാലും എടുക്കുന്ന ചുറ്റളവുകൾ സാധാരണ രീതിയിൽ 10ക്ക് 10 എന്ന് പറയും. 10ക്ക് 10 എന്ന് പറഞ്ഞാൽ അടിക്കണക്കാണ്. 10 അടി നീളം, 10 അടി വീതി, സമചതുരമായിരിക്കും. അതുപോലെ തന്നെ 12 അടി നീളവും 10 അടി വീതി അങ്ങനെ എടുക്കാറുണ്ട്. 11 × 11 അടി നീളവും 11 അടി വീതിയും, 12 അടി നീളവും 11 അടി വീതിയും, ഇങ്ങനെ അടിക്കണക്കിലാണ് അകത്തെ ചുറ്റളവ് എടുക്കുക. പക്ഷേ ഈ ഒറ്റ കണക്ക് പോലും നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്ര സമ്പ്രദായമനുസരിച്ച് അല്ലെങ്കിൽ കേരളീയ സമ്പ്രദായമനുസരിച്ച് ഈ ഉൾച്ചുറ്റുകൾ അനുവദനീയമല്ല. പിന്നെന്ത് ചെയ്യും? നമുക്ക് 10 അടി നീളം 10 അടി വീതി എന്ന് പറയുമ്പോൾ അത് മീറ്റർ സെന്റിമീറ്ററിലേക്ക് കൊണ്ടുവന്നാൽ 4 ചുറ്റും കൂടെ 12 മീറ്റർ കാണും. അതായത് ഈ അടിക്കണക്കിന് നമ്മൾ മീറ്റർ സെന്റിമീറ്ററിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ 1200 സെന്റിമീറ്റർ അല്ലെങ്കിൽ 12 മീറ്റർ. ഇത് വാസ്തുശാസ്ത്രത്തിൽ നിഷ്കർഷിക്കുന്നില്ല. ഈ ചുറ്റളവുമായി ഏകദേശം അടുത്ത് വരാവുന്ന ഒരു ഉത്തമമായ വാസ്തുശാസ്ത്രത്തിലെ ചുറ്റളവുണ്ട്. അത് 16 കോൽ 8 അങ്കുലം എന്ന് പറയും. 16 കോൽ 8 അങ്കുലം. കോലങ്കുലത്തെ മീറ്റർ സെന്റിമീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ മുൻ വീഡിയോകൾ കാണുക. അപ്പോൾ ഇത് എത്ര മീറ്റർ സെന്റിമീറ്റർ ആയിരിക്കും എന്ന് ചോദിച്ചാൽ, ഈ 200 സെന്റിമീറ്ററിൽ നിന്നും ഒരു 24 സെന്റിമീറ്റർ കുറക്കുക. അപ്പോൾ ഇത് 1176 സെന്റിമീറ്റർ അല്ലെങ്കിൽ 11 മീറ്റർ 76 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഈ ചുറ്റളവിൽ നിന്ന് 10ക്ക് 10 എന്ന് പറയുന്ന ഈ ചുറ്റളവിൽ നിന്ന് 24 സെന്റിമീറ്റർ കുറയ്ക്കുക. വാസ്തുശാസ്ത്രപരമായി ഓരോ ചുറ്റളവിനും ഓരോ സംഗതി 5 സംഗതി പറഞ്ഞിട്ടുണ്ട്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണച്ചുറ്റ്. ഇതിൽ 4ാമത്തെ മരണച്ചുറ്റ് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഏതും എടുക്കാം. ഇത് വാർദ്ധക്യ ചുറ്റിൽ വരുന്നൊരു കണക്കാണ്, ഉത്തമമായ കണക്കുമാണ്. മുറക്ക് ഒരല്പക്കൂടെ വലിപ്പം വേണം എന്നിരിക്കട്ടെ. അടുത്ത് വരുന്ന ഇത് കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും കുറച്ചുകൂടെ വലിപ്പമേറിയ ഏറ്റവും ഉത്തമമായ ചുറ്റും അത് ബാല്യത്തിൽ നിൽക്കുന്നതുമായ ചുറ്റ് എന്ന് പറഞ്ഞാണ് 20 കോൽ 8 അങ്കുലം. ഈ കണക്ക് നിങ്ങൾ എഴുതിയിട്ടേക്കുക. 20 കോൽ 8 അങ്കുലം എന്ന് പറയുമ്പോൾ അത് മീറ്റർ സെന്റിമീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്ത് വരുമ്പോൾ 14 മീറ്റർ 64 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. 14 മീറ്ററും 64 സെന്റിമീറ്ററും അത്രയും ഉൾച്ചുറ്റ് കിട്ടും. അത് ഒരു ഉത്തമമായ കണക്കാണ്. അടുത്ത് കുറച്ചുകൂടെ വലുത് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലോ മുറി 23 കോൽ 36 അങ്കുലം എന്ന് പറഞ്ഞ് 23 കോൽ 16 അങ്കുലം എന്ന് പറഞ്ഞ് കൗമാരത്തിൽ വെക്കുന്ന ഉത്തമമായ ഒരു ചുറ്റളവുണ്ട്. ഈ പറയുന്നതെല്ലാം ഞാൻ ഈ സാധാരണ രീതിയിൽ വാസ്തുവിൽ ഉത്തമം, മധ്യമം, അധമം എന്ന് ചുറ്റളവുകളെ വേർതിരിച്ചിട്ടുണ്ട്. ഇതിൽ മധ്യമമായ ചുറ്റളവും എടുക്കാറുണ്ട്,
ഞാൻ ഉത്തമമായ ചുറ്റളവാണ് പറയുന്നത്. അപ്പോൾ 23 കോൽ 16 അങ്കുലം 17 മീറ്റർ 4 സെൻറ്റിമീറ്റർ വരും. കൗമാരത്തിൽ നിൽക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു ചുറ്റളവ് തന്നെയാണ്. അപ്പോൾ ഈ മട്ടിലാണ് മുറികളുടെ ക്രമീകരണം വരുന്നത്. ഇനി ഇതിനേക്കാൾ വലിയ ഹാളുകൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ മുറികൾക്കുള്ള ഉത്തമമായ ചുറ്റളവുകളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നന്ദി.